പേര് സേവി തോമസ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് പോൾ LP സ്കൂൾ തുരുത്തിപ്പുറം. കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ മിണ്ടാതെ ഡോക്ടർ പറഞ്ഞാൽ മതി. സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ, എല്ലാവരും ഉണ്ണാണ്ടിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു. വന്നിരിക്കും മോനെ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. എനിക്ക് വെള്ളം കൂടാതിരിക്കാൻ ഞാൻ ദഹിച്ച. എൻ്റെ ക്ലാസ്സിൽ പലരും ദഹിച്ചു നോക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ദഹിച്ചു നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്തു കഴിക്കണം. വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം. ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിന് ശേഷമാണ് വീട്ടിൽ കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ്. വയർ പൊത്തി കരയുന്ന അവനു വലിയ വയറുവേദനയായിരുന്നു. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് എത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി. അരുണിൻ്റെ പാൻക്രിയാസിന് നീരുണ്ട്, ബയോപ്സിക്കു വിടണം. അരുണിൻ്റെ ആവാസവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനതത്രേ. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛന് യെസ് സാർ എന്ന് അരുണും പറഞ്ഞു. കളിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡുകളിലും അടിമയായി മാറിയിരുന്നു. വീട്ടിലെ ഭക്ഷണത്തിനു രുചിയില്ല എന്നു പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമ്മാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാർ, നിങ്ങളും ഈ ഉമ്മാമിയുടെ അടിമകളാണോ? ഉമ്മാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നർത്ഥം. തക്കാളി, പനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽ പായൽ എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വാഭാവികമായ ഉമ്മാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടാനായി മേണോ സോഡിയം കുച്ചമേച്ച് എന്ന അജിനോമോട്ടോ ചേർക്കുന്നുണ്ട്. ഉമ്മാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടിക്കാരിൽ ഒറ്റപ്പേരിലും. ഇന്നു കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും MSGയുടെ നിർമ്മിക്കുന്ന ഉമ്മാമിക്ക് അടിമകളാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിൽ നിന്നാണ് എന്ന് പറയുമ്പോഴേ വായിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമ്മാമിക്ക് കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, പാറ്റീസ്, ക്രോസൻ, മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും MSGയും കൃത്രിമരുചിയും വിഷമമായ നിറങ്ങളുടെ പൊടികളും ചിപ്സ്, ലേസ്, കുറുക്കുറ, നച്ചോസ്, ചീസ് ബോൾ, പപ്സ്,
പാനിപ്പൂരി, മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും അസിഡുകളും MSGയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും, നാടൻ കോഴിയും കപ്പയും ബീഫും, അപ്പവും മുട്ടയും, പുട്ടും കടലയും, ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരളം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനതു ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ടു മൂടുന്നത് ആരാണ്? കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം. അരുണിനെപ്പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നത് ഒരു വിലയുമില്ല. വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ല സത്യം മനസ്സിലാകൂ. നമുക്ക് വീട്ടിൽ ഭക്ഷണവും മത്തി എന്ന് പറയാം. അമ്മ കറികളുടെ രുചിയും ആമി പറന്ന ചോറിലെ തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ രാവി വാരിത്തരുന്ന ചോറുകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാകട്ടെ. ആശംസകളുടെ സാധ്യം കൊച്ചേട്ടൻ. താങ്ക് യു.